രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ. ബലിദാനമായിതാ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. ദൈവമായ കർത്താവിനെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 22 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവിനെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാനും ആരും ധൈര്യപ്പെട്ടില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഖ്യ ആകർഷണം ആയ സിസ്റ്റർ റോസല്ല, ഒപ്പം ഈ ഇടവകയിൽ നിന്നും തന്നെ അതേ കുടുംബത്തിൽ നിന്നും ഒരുമിച്ച്
സന്യാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സിസ്റ്റർ ജെയിൻ മേരി, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഏറ്റവും ആദ്യമേ തന്നെ ഞങ്ങളുടെ വൈദികരുടെയും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് റോസല്ല ആൻഡ് സിസ്റ്റർ ജെയിൻ മേരി രണ്ടുപേർക്കും ജൂബിലി വർഷത്തിൻ്റെ ഏറ്റവും പ്രത്യേക ദിവസത്തിൻ്റെ മംഗളങ്ങളും സ്നേഹാശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നമുക്കൊക്കെ കൊതിയോടെ, ഒരൽപ്പം അസൂയയോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജൂബിലി ആഘോഷങ്ങൾ. സാധാരണ കുടുംബജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും പിന്നിട്ട വഴികൾ, ചില നാഴികക്കല്ലുകൾ നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു നാഴികക്കല്ലിൻ്റെ വക്കിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ആഘോഷം. കുടുംബജീവിതത്തിൽ 25 വർഷവും 50 വർഷവും ഒക്കെ പൂർത്തിയാകുമ്പോൾ പിന്നീട് അങ്ങോട്ട് 60, 70 എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഇരട്ടി മധുരമായി മാറാറുണ്ട്. അപ്പോൾ 25 മുതൽ 50 പിന്നീട് അങ്ങോട്ടുള്ള ആഘോഷങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ വലിയൊരു നിർവൃതിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ റോസല്ലയും സിസ്റ്റർ ജെയിൻ മേരിയും ഒക്കെ ഇവർ രണ്ട് രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളൊക്കെ സന്യാസികളും സമർപ്പിതരൊക്കെയാണ്, ഇവർ സമർപ്പിതരാണ്, നിങ്ങൾ കുടുംബജീവിതക്കാരാണ്. പക്ഷെ ഈ സിസ്റ്റേഴ്സ് ഇത് രണ്ട് ഗണത്തിലും പെടുന്നവരാണ്. നിങ്ങളറിയാതെ കല്യാണം കഴിച്ചതല്ല പറയുന്നത്, നിങ്ങളറിയാതെ അവർ കല്യാണം കഴിച്ചിട്ടില്ല. സന്യാസികളാണ്, സമർപ്പിതരാണ്. സന്യാസ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇവരുടെ സഭയുടെ പേര് നിങ്ങൾക്കറിയില്ല, ഹോളി ഫാമിലി. തിരുക്കുടുംബത്തിലും കുടുംബത്തിൽ നിന്നുകൊണ്ട്, അല്ലെ സന്യാസമാകുന്ന കുടുംബത്തിൽ നിന്നുകൊണ്ട് 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നവരാണ്. തിരുക്കുടുംബത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ജൂബിലി നിറവിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിനന്ദിക്കാനും അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് പാലക്കട വിടവയ്ക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഒരു ജ്യേഷ്ഠത്തി, ഒരു മുതിർന്ന ചേച്ചി മഠത്തിൽ പോയി ജീവിതകാലം 50 വർഷം പൂർത്തിയാക്കുന്ന ഒരു നിമിഷമാണ്. എളുപ്പമല്ല. സന്യാസ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ ഏതാനും വർഷങ്ങൾ പിന്നിട്ടവർക്കറിയാം എത്രമാത്രം പ്രയാസമേറിയതാണ് ഈ ജീവിതങ്ങളെന്നൊക്കെ. ഒരുപക്ഷെ നാളുകളിൽ എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ സാധിക്കുമോ എന്ന സംശയമാണ്. ഞാൻ അച്ഛനായിട്ട് 10 വർഷമേ ആകുന്നുള്ളൂ. 10 വർഷമാകാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട്. എന്നിട്ടും എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് 10ാം വർഷത്തെ അടുത്ത വെള്ളിയാഴ്ചയാണ്, അപ്പോൾ 10ാം വർഷം ആഘോഷിക്കാൻ ഇങ്ങോട്ട് പോരേന്ന് പറയും. ഞാൻ പറഞ്ഞു 10ാം വർഷം ആഘോഷിക്കാനോ, അത് മോശമല്ലേ? അപ്പോൾ പറഞ്ഞു ഇനി 25 ആരൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കാണ് ഉറപ്പ്? 25 വർഷമൊക്കെ ആഘോഷിക്കാനായിട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ചിലപ്പം കാരണവന്മാരുണ്ടാകണമെന്നില്ല, ചിലപ്പോൾ നമ്മളിൽ പലരും ഉണ്ടാകണം നിർബന്ധമില്ല. അതുകൊണ്ട് 10 വർഷം ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരു 5 ഇരട്ടിയാണ് ഇവിടെ സിസ്റ്റർ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക. ഇന്നത്തെ ദിനത്തിന് മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട്. കർത്താവിൻ്റെ രാജ്യത്വ തിരുനാളാണ്. ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളായിരിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കാരുണ്യ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. നമ്മളുടെ കാരുണ്യം അവസാനിച്ചതെന്നല്ല, മറിച്ച് മാർപ്പാപ്പ കാരുണ്യത്തിന് വേണ്ടിയിട്ട് അസാധാരണമായിട്ടുള്ള ഒരു ജൂബിലി പ്രഖ്യാപിച്ച് 1 വർഷത്തോളം അതിനുവേണ്ടി മാറ്റിവെച്ച് ഇന്നതിൻ്റെ സമാപനമായിട്ടുള്ള ചടങ്ങുകൾ പലയിടങ്ങളിലുമൊക്കെ നടക്കുകയാണ്. അതുപോലെ തന്നെ ആരാധനാ ക്രമോത്സവത്തിൽ ഏറ്റവും അവസാനത്തെ ആഴ്ചയുമാണെന്ന്. അടുത്ത ഞായറാഴ്ച മുതൽ പുതിയ ഒരു സീസൺ ആരംഭിക്കുകയാണ്. ജൂബിലി എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, എ റീസൺ ഓർ ഒക്കേഷൻ ഓഫ് ജോയ്ഫുൾ സെലിബ്രേഷൻ. എ റീസൺ ഓർ ഒക്കേഷൻ ഫോർ ജോയ്ഫുൾ സെലിബ്രേഷൻ. ഒരു ആഘോഷത്തിൻ്റെ ഒരു അവസരമാണ്. അതുപോലെ തന്നെ റിജോയ്സിങ്, വളരെ ഒത്തിരിയേറെ സന്തോഷിക്കാനുള്ള ഒരു സമയമാണ് ജൂബിലി ആഘോഷങ്ങൾ. അതുപോലെ ഇയർ ഓഫ് റെസ്റ്റ് എന്ന് പറയാറുണ്ട്, ഒരു വർഷം വിശ്രമത്തിനായിട്ടുള്ള ഒരു വർഷം. അപ്പോഴെന്താണ് ജൂബിലി? സാധാരണഗതിയിൽ 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥ ജൂബിലി 50ആണ്. അതിൻ്റെ കണക്ക് 7 വർഷങ്ങളുടെ 7 ഗണങ്ങൾ, 7 സംവത്സരങ്ങളുടെ 7 പൂർണ്ണത. അതാണ് 49 വർഷങ്ങൾ. ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയും 49ാമത്തെ വർഷമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും സഭയിൽ ആഗോളപരമായിട്ട് 50ാമത്തെ വർഷം, 49 കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു വർഷമാണ് ജൂബിലി വർഷമായിട്ട് ആചരിക്കപ്പെടുക. ജൂബിലി എന്ന വാക്ക്
ഇത് ഒരു ഹീബ്രു പദത്തിൽ നിന്ന് വരുന്നൊരു വാക്കാണ്. യോബേ എന്നൊരു വാക്ക്, യോബേൽ നിന്നും ജോബേൽ എന്നും ഒക്കെ പറയുന്ന ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം കൊമ്പ് എന്നാണ്. കൊമ്പ് എന്ന് പറഞ്ഞാൽ ആടിൻ്റെ കൊമ്പ്, ആടിൻ്റെ കൊമ്പ്, മുട്ടാട് അഥവാ ആണാട്. ഈ ആടിൻ്റെ കൊമ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ കൊമ്പും കുടലും ഒക്കെ വിളിക്കുന്നത്. ഇന്ന് ലേഖകരുടെ പുസ്തകത്തിൽ നിന്നും വായിച്ച ആദ്യത്തെ വായനയിൽ ഈ കൊമ്പും കുടലും ഒക്കെ ഉപയോഗിച്ചുള്ള വിളംബരത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജൂബിലി എന്ന് പറയുന്ന ഒരു വിളംബരമാണ്, ഒരു അറിയിപ്പാണ്. രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധം വിളംബരം ചെയ്യുക, വിജയം വിളംബരം ചെയ്യുക, ആ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജകുമാരൻ്റെ വിവാഹമൊക്കെ വിളംബരം ചെയ്യുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്ത് അറിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഈ ജൂബിലി എന്ന് പറയുമ്പോൾ ഈ ആടിൻ്റെ കൊമ്പ്, വലിയ ആടിനെയാണ്, വലിയ ആടിൻ്റെ കൊമ്പുകൾ, പ്രത്യേകതരമുള്ള വലിയ കൊമ്പുകൾ, അതൊരു കുഴൽ പോലെ ഉപയോഗിച്ചുകൊണ്ട് അതിങ്ങനെ ഊതും. അപ്പോൾ വലിയ സ്വരമുണ്ടാവും. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. ഇന്ന് നമുക്ക് ഇന്നത്തെ പോലെ മൈക്ക് സംവിധാനമില്ല, അതുപോലെ മറ്റ് ഉച്ചത്തിൽ സംസാരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു ഉപകരണമാണ് ഈ കൊമ്പ്. അപ്പം അതിനാണ് യോബേൽ എന്ന് പറയുന്ന വാക്ക്, ജൂബിലിയുടെ അർത്ഥം അതാണ്. ഇവിടെ എന്താണ് ഈ ജൂബിലി ദിവസത്തിൽ ഈ കൊമ്പിന് വിളംബരത്തിന് എന്താണ് പ്രാധാന്യം? ഇവിടെ ഒരു വിളംബരം നടക്കുകയാണ്. സിസ്റ്റർ റൊസല്ല എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ ജീവിതത്തിൽ 50 വർഷങ്ങൾ സമർപ്പണ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത വിളംബരം ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്നവരും അതുപോലെ മറ്റുള്ളവർക്കുമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ ജൂബിലി വർഷം. നമ്മളിന്ന് വായനയിൽ കേട്ടു, ഒന്നാമത്തെ വായനയിൽ ഇങ്ങനെ വായിച്ചു കേട്ടു, അന്ന് ജനത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. സാധാരണഗതിയിൽ ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ജീവിത ശൈലിയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു ഒരു പ്രത്യേകമായിട്ടൊരു ആചാരം. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് അവരുടെ ധാരാളം ഭൂവുടമകളുണ്ടായിരുന്നു, ജന്മിമാരൊക്കെ. അപ്പോൾ പറയുക, ഭൂമി എന്നുള്ളത് ദൈവത്തിൻ്റെതാണ്, യഹോവയുടേതാണ്, ആരുടെയും സ്വന്തമല്ല. ദീർഘകാലത്തേക്ക് ആരുടെയും സ്വന്തമാക്കി വെക്കാൻ അവകാശമില്ല. അപ്പോൾ ഈ ജൂബിലിയൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന പ്രധാനമായിട്ടും മണ്ണ്, ഭൂമി, അതിൻ്റെ അവകാശങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ജൂബിലിയുടെ തുടക്കം. അപ്പോൾ ഇങ്ങനെ പറയുക, 50 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെതാക്കി മാറ്റിക്കൊടുക്കുക, അന്ന് വരെയുള്ള എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കുക, ജയിലുകളിൽ കഴിയുന്നവരെയൊക്കെ വിട്ടയക്കുക. അതാണ് ദേശത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുക, ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക. അതുപോലെ തന്നെ വിശ്രമത്തിൻ്റെ ഒരു വർഷമാണ്. ആ വർഷം കൃഷി ഇറക്കാനോ മണ്ണിനെ ആഴത്തിൽ കിടക്കാനൊന്നും പാടില്ല. ആ ഒരു വർഷം അത് കർത്താവിൻ്റെതാക്കി മാത്രം മാറ്റിവെക്കേണ്ട ഒരു വർഷമാണ്. അതുപോലെ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ജൂബിലി വർഷം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് ജൂബിലി വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ജൂബിലിയെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അതുപോലെ തന്നെ പ്രകാരം പറയുന്നത് ലേഖകരുടെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജൂബിലി എങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം എന്നേക്കുമായിട്ട് ദൈവത്തിന് അവകാശപ്പെട്ട ഈ വസ്തുവകളൊക്കെ അത് വീണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് എല്ലാവരുടേതായിട്ട് മാറണം, ദൈവത്തിൻ്റെതായിട്ട് മാറണം. പിന്നെയും അതിനെ വീണ്ടും അത് ജനത്തിൻ്റെതായിട്ട് മാറുമ്പോൾ 50 വർഷം കഴിയുമ്പോൾ പിന്നെയും അത് ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ സിസ്റ്ററിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ, നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എങ്കിലും സിസ്റ്ററിൻ്റെ വേണ്ടപ്പെട്ടവർ, സിസ്റ്റർ വളരെയേറെ പ്രിയത്തിൽപ്പെട്ടവരാണല്ലോ പ്രിയപ്പെട്ടവർ. അപ്പോൾ പ്രിയം നിറഞ്ഞ ഒരുപാട് ആളുകൾ ഈ പാറക്കടവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിൻ്റെ ഒരു ആഘോഷമായിട്ട്, അല്ലെങ്കിൽ ഈ ഇടവകയിലെ ഒരുപിടി കുടുംബങ്ങളുടെയെങ്കിലും ഒരു ആഘോഷമായിട്ട് ഇത് മാറുകയാണ്. പാവപ്പെട്ട സിസ്റ്റർ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടൊരു ആഘോഷം നടത്താനോ വലിയൊരു ജൂബിലി നടത്താനൊന്നും ആഗ്രഹിക്കില്ലായിരിക്കാം. അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സിസ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നിങ്ങൾ സിസ്റ്ററോട് കാണിക്കുന്ന ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ സൂചകം തന്നെയാണ് ഈ ഒരു ജൂബിലി ആഘോഷം. അപ്പം ഇങ്ങനെയൊരു അവസരത്തിൽ സിസ്റ്ററിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് തന്നെ തോന്നുകയാണ്. സിസ്റ്ററിൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞിപ്പൈലോ, എമിലി എന്നിവരാണ്. ഏതാണ്ട് 1.5 വയസ്സ് പൂർത്തിയായപ്പോൾ, അല്ലെ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരണമടയുകയും പിന്നീട് വളർന്നതൊക്കെ പന്നിക്കുടങ്ങര കുടുംബത്തിൽ സിസ്റ്ററിൻ്റെ ബന്ധു പിതാവിൻ്റെ ഭവനത്തിലാണ് വളർന്നത്.
സന്യാസ വസ്ത്രം സ്വീകരിച്ച് ആ സഭയിലെ അംഗമായി മാറുകയും സമർപ്പണ ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ചിട്ടയായ വളരെ എന്താ പറയുക, ക്രമപ്രകാരമുള്ള ഒരു ജീവിതമായിരുന്നു. എന്തിനും ഏതിനും ഒരു കൃത്യനിഷ്ഠയൊക്കെ പാലിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. രണ്ടാമതായിട്ട് സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞത് പ്രകൃതി ചികിത്സയും അതുപോലെ പ്രകൃതിയിലെ ചികിത്സാ രീതികളുമൊക്കെ ആയിട്ട് ഏറെ സ്നേഹവും അതിനോട് ആഴമായ അറിവും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇതിനൊക്കെ പരിശ്രമിച്ച ഒരു സിസ്റ്ററാണെന്നുമാണ്. 3 മേജർ സർജറികൾ ഈ ശരീരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുരിശുകൾ ഏറെ വഹിക്കാനായിട്ട് സിസ്റ്ററിന് ഇടകിട്ടിയിട്ടുണ്ട്. 1985 ക്യാൻസർ രോഗം സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. 32 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ട്. അതിൽ നിന്നും ആ ഒരു രോഗത്തെ ഇപ്രകാരം അതിജീവിക്കാമെന്ന് സിസ്റ്റർ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും കേൾക്കുമ്പോൾ തന്നെ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബോധം കെട്ട് രോഗകാരണം കൊണ്ട് അല്ലെങ്കിൽ വാർത്ത അറിഞ്ഞ് തന്നെ തട്ടിപ്പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. അപ്പോഴങ്ങനെയുള്ള ഒരു രോഗം